സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ നടൻ ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള റോസ് ബ്രാൻഡ് അരിയുടെ, അതായത് റോസ് ബ്രാൻഡ് ബിരിയാണി അരിയുടെ ആ ഒരു പാക്കറ്റ് അത് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുകയും ആ കല്യാണത്തിന് വന്ന എല്ലാ ആളുകൾക്കും ഫുഡ് പോയ്സൺ, ആ വിവാഹത്തിന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഫുഡ് പോയ്സൺ സംഭവിച്ച അല്ലെങ്കിൽ ബാധിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായ ഒരു സംഭവത്തെ പറ്റി നമ്മൾ കണ്ടതാണ്. അതെവിടെയാണ് നടക്കുന്നത്? പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ വിവാഹത്തിനായിട്ട് ഉപയോഗിച്ചത് ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു അരിയാണ്. അപ്പോൾ ആ അരി ഉപയോഗിച്ച് വെജിറ്റബിൾ റൈസ് വെച്ചു, അതേപോലെ തന്നെ ചിക്കൻ റൈസും വെച്ചു, നോൺ വെജും വെജും വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അത് വെച്ചിട്ട് ആ ആഹാര സാധനങ്ങൾ ഇവർ ഉപയോഗിച്ച് എല്ലാവരും കഴിച്ചു. വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടായി. 2024 റോസ് ബ്രാൻഡ് റൈസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ദുൽഖർ സൽമാൻ വരുന്നത്. 2001 ഈ പറയുന്ന ഒരു കമ്പനി സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഈ ഒരു വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ ഉപയോഗിച്ച ഈ ഒരു അരി വെച്ചിട്ട് കഴിച്ച എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുകളുണ്ടായി. അതിന് പിന്നാലെ ആ വെച്ച അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് കൊണ്ട് തന്നെയും അയാൾ ഉപഭോക്തൃ തർക്ക പരാതി അല്ലെങ്കിൽ പരിഹാര സെല്ലിൽ പരാതി നൽകി. ആ പരാതി നൽകിയതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ദുൽഖർ സൽമാനും അതിന്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജേഴ്സും എല്ലാം ഈ പറയുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര സെന്ററിലേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ്? ഈ ഒരു അരി അവരുടെ പേരിൽ അല്ലെങ്കിൽ അവർ കൊടുത്ത അരിയിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം ആളുകൾ ആശുപത്രിയിലായതിന്റെ പേരിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ദുൽഖർ സൽമാന്റെ പേര് എടുത്തു പറയുന്നത്? ഇത് സംഘികളുടെ ഒരു കടന്നുകയറ്റം തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പരാതി കൊടുത്തിരിക്കുന്ന ആള് ഒരു കുക്കാണ്. അയാൾ നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന പാചക രംഗത്തുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അയാളുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അയാളുടെ ഉപജീവന മാർഗം തന്നെ ഈ പറയുന്ന ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് അയാളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തന്നെയും അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് പരാതി കൊടുക്കണം. ആ പരാതി കൊടുക്കുമ്പോൾ വെറുതെ ഒരു പരാതി കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിൽ ദുൽഖർ സൽമാന്റെ പേര് കൂടി വന്നാൽ കിട്ടാൻ പോകുന്ന മാധ്യമ ശ്രദ്ധ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ സഹോദരൻ ദുൽഖർ സൽമാന്റെയും കൂടി പേരിൽ അങ്ങോട്ടൊരു പരാതി കൊടുത്തത്. ഇത് ശരിക്കും സംഘികളുടെ ഇടപെടലാണോ, സംഘിയാണോ ഇതിൽ കളിച്ചതെന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ ഇടപെടലുണ്ട് എന്നുള്ളത് ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയും നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിലെന്തോ ഒരു വലിയ കളികളുണ്ട്. കാരണം ഒരു വലിയൊരു വിവാഹ ചടങ്ങിൽ അവിടെ ഉപയോഗിക്കുന്നത് റൈസ് മാത്രം ഉപയോഗിച്ചതുകൊണ്ട് ഫുഡ് പോയ്സൺ വന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ മാത്രം ഒരാൾക്കൊരു ഫുഡ് പോയ്സൺ വരുമോ? ആ ഒരു റൈസ് മാത്രമാണ് അതിൽ ഉപയോഗിക്കുന്നത്. റൈസിനൊപ്പം ചിക്കൻ, അതിനൊപ്പം വെജിറ്റബിൾ, ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന മസാലകൾ ഇതെല്ലാം പല പല കമ്പനികളുടെയാണ്. ആ റൈസിനൊപ്പം എത്രയോ കറി പൗഡറുകൾ ചേർന്നിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാവുന്നത്, അല്ലേ? ആ ബിരിയാണി എല്ലാം ഉണ്ടായതിനു ശേഷം ഒരാൾക്കൊരു ഫുഡ് പോയ്സൺ വരുന്നു. അതിന് പിന്നാലെ അതിന്റെ ചാക്ക് പരിശോധിക്കുന്നു. അതായത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷമാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നല്ല പ്രവൃത്തി പരിചയമുള്ള, നല്ല പാരമ്പര്യമുള്ള ഒരാളാണ് പാചകക്കാരൻ എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അയാൾ എല്ലാം ചെയ്തതിന് ശേഷം എല്ലാവർക്കും വയ്യാതായപ്പോഴാണ് ചാക്ക് നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ എന്താ ഉണ്ടായത്, അതെന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചാനൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്, ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. ഇതാണ് പത്തനംതിട്ട സ്വദേശി കാറ്ററിംഗ് കരാറുകാരൻ വിവാഹ പാർട്ടിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിനായി വാങ്ങിയ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ചാക്ക്. ഈ ചാക്കിലെ റൈസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് കാറ്ററിംഗ് കരാറുകാരന്റെ പരാതി. ചാക്ക് വിശദമായി പരിശോധിച്ചപ്പോൾ പാക്കിംഗ് തീയതിയും എക്സ്പയറി തീയതിയും ഇല്ല. കൊള്ളാം, നല്ല പരിപാടി. ഇവരൊക്കെ എവിടുത്തെ കുക്കാണ്? ഒരു സാധനം വെച്ച് ഒന്നും രണ്ടും പേർക്കല്ല കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. 1000-ഓളം ആളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങനെയെങ്കിൽ 1000 ഇല്ലെങ്കിൽ 500, എത്രയാണെങ്കിലും ഒന്നിലധികം ആളുകളുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന്റെ എക്സ്പയറി നോക്കാത്ത, ആ സാധനത്തിന്റെ വാല്യൂ നോക്കാത്ത ഇവനൊക്കെ എവിടുത്തെ പാചകക്കാരനാണ്? അവന്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ദുൽഖർ സൽമാനെതിരെയും കൂടി പരാതി നൽകിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അവന്റെ ഭാഗം അവന് ക്ലിയർ ചെയ്യണം. അവന് ജോലിയിൽ തുടരണം. നാട്ടുകാരുടെ മുൻപിൽ കൊള്ളരുതാത്തവനായതിൻ്റെ പേരിലുള്ളൊരു ചമ്മല് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പരാതിയുമായിട്ട് പോയെങ്കിൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് അവർ നോക്കിയപ്പോൾ ഈ ചാക്കിൽ ഡേറ്റ് ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ ക്രമക്കേടുണ്ട്. അപ്പോൾ അയാൾക്ക് പരാതി കൊടുത്തതിന് കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ടായി. എവിടെയാണ്? നാട്ടുകാരുടെ മുൻപിൽ. അയാളുടെ ഭാഗത്ത് തെറ്റല്ല, ആ ചാക്കിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അരിയുടെ പ്രശ്നമാണ് എന്നുള്ളത് അയാൾ കൊടുത്ത പരാതിയിൽ ആ കാര്യം അങ്ങനെയായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെയും അയാളുടെ ഭാഗം ക്ലിയറായി. ഇനി അയാൾക്ക് പാചകം ചെയ്ത് അയാൾക്ക് വീണ്ടും അയാളുടെ ജോലിയിലേക്ക് തുടർന്ന് പോകാം. എന്നാൽ ദുൽഖർ സൽമാനോ ഇനി അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് ദുൽഖർ സൽമാൻ പത്തനംതിട്ടയിൽ പോയിട്ട് ഈ പറയുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര സെല്ലിൽ ഹാജരാവണം. അങ്ങനെ ഹാജരായെങ്കിൽ മാത്രമേ ഈ ഒരു കേസ് എന്താണെന്നുള്ളത് പഠിക്കാനും അല്ലെങ്കിൽ ഈ ഒരു കേസിനെ പറ്റിയുള്ള ആസ്പദമായിട്ടുള്ള സംഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനും അതിൽ നിന്ന് ദുൽഖർ സൽമാൻ തലയൂരി പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്
ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ ഇടപെടലാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഈ ചാക്കിൽ ഇത് എറണാകുളത്ത് എന്തോ ബില്ല് ചെയ്തൊരു ചാക്കാണ്, അതെങ്ങനെ പത്തനംതിട്ടയിൽ വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. 2, ഇതിൽ ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇല്ലാത്തത് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇത് ആരുടെ കടമയാണ്? ആ പാചകം ചെയ്യുന്ന ആളുടെ കടമയാണ് അല്ലേ? അയാൾ നോക്കിയിട്ട് വേണം അതെടുക്കാൻ. അയാളുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തെറ്റുണ്ട്. ഇനി അത് മാറ്റിയിട്ട് ദുൽഖർ സൽമാനെ വിശ്വസിച്ചാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അണ്ണ ഒരു തള്ളുകൂടെ തള്ളുന്നുണ്ട്. അതായത് ദുൽഖർ സൽമാന്റെ പടം ഉണ്ടല്ലോ, അപ്പൊ ദുൽഖർ സൽമാനോടുള്ള വിശ്വാസ്യത ആണ് ഇതുകൊണ്ട് പോകുന്നത്. ദുൽഖർ സൽമാനെ വിശ്വസിച്ചെടുത്താണെന്നുള്ളത് അത് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. കാരണം ഇതിന്റെ ഇടയിൽ കൂടി ആരോ ഇയാളെ ഒരു തിരികേറ്റി വിടുന്നുണ്ട്. നമുക്കറിയാലോ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ആരാണ് തിരികേറ്റി വിടുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ദുൽഖർ സൽമാൻ ആണ് ഒരു പക്ഷത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ വശത്ത് ആരാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അല്ലെ, സംഘികള്. അപ്പൊ ഈ രീതിയിൽ സംഘികൾ ഇയാളെ തിരികേറ്റി വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി, ദുൽഖർ സൽമാനൊക്കെ നല്ലൊരു നടൻ തന്നെയാണ്, അതിൽ വ്യത്യാസം, അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ദുൽഖർ സൽമാന്റെ ഹവാല ഇടപാടുകൾ, വാഹനക്കടത്ത്, ഇതെല്ലാം അന്വേഷിച്ച് വരികയായി. ദുൽഖർ സൽമാന് മറ്റേ ഭൂട്ടാനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അന്വേഷിച്ച് വരികയായി. പിന്നീട് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസിന്റെ അണ്ടറിൽ ഒരു പീഡനം നടന്നു എന്നുള്ളൊരു കേസും വരികയായി. ഇതൊന്നും ദുൽഖർ സൽമാന്റെ ദേഹത്തെങ്ങ് തട്ടുക പോയിട്ട് ദുൽഖർ സൽമാനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായിരിക്കെ തന്നെ വീണ്ടും ഒരു അലിഗേഷൻ, ആ അലിഗേഷൻ വന്നപ്പോൾ അയാളെ ചേർത്ത് പിടിക്കുക എന്നുള്ള രീതിയിൽ ഇതിൽ സംഖ്യകൾ കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. കാരണം ഒരു ബിരിയാണി വെച്ചത് ദുൽഖർ സൽമാൻ അല്ല. നമുക്കറിയാം ഷാരൂഖ് ഖാൻ, അതുപോലെ മോഹൻലാൽ, എത്രയോ പേര് ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള എത്രയോ പെർഫ്യൂംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മേടിച്ചടിക്കാറുണ്ട് അല്ലേ? ഈ പരസ്യത്തിൽ പറയുന്നത് പോലെയുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പരാതി കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറും നോൺസെൻസ് ആണ്. ഇയാൾ കാണിച്ചിരിക്കുന്ന പക്ക നോൺസെൻസ് ആണ്. പക്ഷേ ഇയാളത് പരാതി ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ കാണിക്കുന്ന നോൺസെൻസ് അല്ല, അതൊരു എന്താ പറയുക, പൗരബോധമുള്ളൊരു മനുഷ്യൻ ചെയ്തൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. എപ്പോഴാണ് ഈ സംഭവം അരി മേടിച്ച സമയത്ത് അതിൽ ഡേറ്റ് ഇല്ല, അതിൽ എക്സ്പയറി ഇല്ല എന്ന് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് വാല്യൂ ഉണ്ടായിരുന്നു. ഇത് അമിത ലാഭത്തിൽ കിട്ടിയ അരി ആയതുകൊണ്ട് തന്നെയും ആ രീതിയിൽ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയും അത് വെച്ച് കൊടുത്തിട്ട് പണി കിട്ടിയപ്പോൾ നൈസായിട്ട് അരി കൊണ്ടുവന്ന ആളുകളുടെ മേലേക്കും അല്ലെങ്കിൽ അരി കൊടുത്ത ആളുകളുടെ മേലേക്ക് ഈ ഒരു പരാതിയുമായിട്ട് പോയി. ഇനി അന്വേഷണമൊക്കെ നടന്ന് ഈ ചാക്കിന്റെ ബാർകോഡുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അറിയാം ഇതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കീറിക്കളഞ്ഞതാണോ, ഇനി അതോ ഇതിൽ പതിപ്പിച്ചിട്ടില്ലായിരുന്നു, എന്തൊക്കെ ക്രമക്കേടുകൾ ഈ പറയുന്ന റോസ് ബ്രാൻഡ് റൈസിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നടന്മാര് എന്ത് ലാഭം കിട്ടിയാലും പണം കിട്ടിയാലും എല്ലാം അഭിനയിക്കുന്ന കുറെ പരസ്യങ്ങളുണ്ട്. ഞാൻ ദുൽഖർ സൽമാനെ കുറ്റം പറയുകയല്ല. എല്ലാവരും അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിൽ പൂർണ്ണമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. അവരൊരു ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർക്ക് ആ കമ്പനിയിൽ നടക്കുന്ന അനധികൃതമായിട്ട് നടക്കുന്ന ഒന്നും അവർക്ക് അറിയില്ല. എന്നാൽ ഇതിന്റെയൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ബ്രാൻഡ് അംബാസിഡേഴ്സിനായിരിക്കും. അപ്പോൾ ദുൽഖർ സൽമാൻ അങ്ങനെ ഒരു കൈ പൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസിഡറായി മാറി, പക്ഷേ കമ്പനി അവരുടെ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ കാണിച്ചു. ആ വൃത്തികേടിൽ കൂടി കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഒരിക്കലും ഈ അരിയിൽ കൂടി ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇത് വെച്ച ആളുടെ ഭാഗത്ത് വലിയ ഫോൾട്ട് തന്നെയാണ്. എത്രയൊക്കെ വെള്ള പൂശി എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് വെച്ച ആളിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അയാൾ ഉപയോഗിച്ച എല്ലാ കറി പൗഡറുകളും എല്ലാ സാധനങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. ഇനിയിപ്പോൾ അതൊന്നും പരിശോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ദുൽഖറിനെയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെയും വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള ചെറിയൊരു പരിപാടിയായിട്ട് മാത്രം ഇത് ഒതുങ്ങിത്തീരുന്നു. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ കണ്ടുവരുന്നത്? ഇതൊരിക്കലും ഒരു സംഘികൾ കളിച്ച കളിയാണെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് സംഘികൾ ഇതിൽ കളിക്കും. കാരണം ദുൽഖർ 3ാം പ്രതിയായിട്ടാണ് ദുൽഖറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു കളിയിൽ കൂടി ദുൽഖറിന് കിട്ടാൻ പോകുന്ന പണി അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അതിന്റെ കോൺസിക്വൻസസും അതിന്റെ ഇഷ്യൂസും എത്രത്തോളം ഊതിപ്പെരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയും അവർ അതിന് വേണ്ടിയിട്ട് കളിക്കും. അപ്പൊ നമുക്ക് എന്താണ് ബാക്കി ഈ കാറ്ററിംഗുകാരൻ മെഴുകുന്നതെന്ന് കേട്ടു നോക്കാം. കാറ്ററിംഗ് കരാറുകാരൻ, റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മാനേജിംഗ് ഡയറക്ടർ, ബ്രാൻഡ് അംബാസിഡർ നടൻ ദുൽഖർ സൽമാൻ, റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയ പത്തനംതിട്ടയിലെ കടയുടെ മാനേജർ എന്നിവർക്കെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി. ഡിസംബർ 3-ന് മാനേജിംഗ് ഡയറക്ടറും നടൻ ദുൽഖർ സൽമാനും കമ്മീഷന് മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് കമ്മീഷൻ ഇരുവർക്കും നോട്ടീസ് അയച്ചു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആണോ എന്ന ചോദ്യത്തിന് കാറ്ററിംഗ് കരാറുകാരന്റെ മറുപടി ഇങ്ങനെ: ബിരിയാണി റൈസും ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണി കഴിച്ച 2 പേർക്ക് ഇത് വന്നതായി ബോധ്യപ്പെട്ടു. അവർ വേറൊരു ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് റൈസാണ്. കാരണം ഒരാൾ വെജിറ്റബിൾ ആണ് റൈസിൻ്റെ കൂടെ കഴിച്ചത്, ഒരാൾ ചിക്കനാണ് കഴിച്ചത്. അതിന്റെ തുടർ അന്വേഷണത്തിലാണ് ഈ ചാക്ക് ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ചാക്ക് പരിശോധിച്ചപ്പോൾ ഇതിന്റെ പാക്കിംഗ് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് കണ്ടു. 12 മാസം എന്ന് പറയുന്നുണ്ട്, പക്ഷേ പാക്കിംഗ് ഡേറ്റ് ഇല്ല. അത് ഏത് ദിവസം പാക്ക് ചെയ്ത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം ഉണ്ടായത്, ഈ ആഗസ്റ്റ് മാസം 120 രൂപ അടുപ്പിച്ചുണ്ടായിരുന്ന ഈ ബിരിയാണി റൈസ്, റോസ് ബിരിയാണി ബ്രാൻഡ് റൈസിന്റെ അരിയുടെ വില ഒറ്റയടിക്ക്
100 രൂപ വർദ്ധിപ്പിച്ച ഒരു സമയത്താണ് ഈ ചാക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ, അല്ലെങ്കിൽ കമ്പനി തന്നെ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ വില വർദ്ധിപ്പിച്ചു എന്നൊരു അലിഗേഷൻ പറയുമ്പോഴും ആ സമയത്ത് പോലും ഈ അരിയുടെ ആ ചെക്ക് ചെയ്തിട്ടില്ല അരിയുടെ ഡേറ്റ്. നമുക്കറിയാം വില ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്, അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഉള്ളത്. അപ്പോൾ അതുപോലും ചെക്ക് ചെയ്യാതെ അത്രയും ഒരു ക്രമക്കേടുണ്ടെന്ന് മനസ്സിലായിട്ടും ആ അരി മേടിക്കാൻ കാണിച്ച മനസ്സിനെ നമിച്ചിരിക്കുന്നുണ്ട. നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖറിനെ കൂടി പെടുത്തിയ ഒരു പരിപാടി, അതിനും ഞാൻ നമിച്ചിരിക്കുന്നു. നല്ല പരിപാടി തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കേവലം കുറച്ച് ആളുകൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ എന്നുള്ളൊരു ചിന്താഗതി. ഇത് ദുൽഖർ സൽമാൻ മാത്രമല്ല ഒരു പാഠമാവേണ്ടത്, എല്ലാ നടന്മാർക്കും ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു പാഠമാവണം. കാരണം നിങ്ങളുടെ പേരിൽ ഈ രീതിയിൽ ക്രമക്കേടുകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. നിങ്ങൾ അവരുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് ക്യാൻസൽ ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള പണവും കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടാനുള്ളതും വാങ്ങിയിട്ട് തീർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള വള്ളി ഏടാകൂടങ്ങളിൽ ചെന്ന് പെടേണ്ടി വരും. ഇതിപ്പം മമ്മൂട്ടിയുടെ മകനായതുകൊണ്ടും ദുൽഖർ സൽമാൻ ആയതുകൊണ്ടും മാധ്യമ ശ്രദ്ധകൾ കിട്ടുമല്ലോ എന്നറിയാവുന്നത് കൊണ്ടും അയാളുടെ ഭാഗം അയാൾക്ക് ക്ലിയർ ചെയ്യാൻ സിമ്പിളായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടും അയാൾക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ട് എല്ലായിടത്തും ഇനി കുക്കിംഗ് കിട്ടും, അങ്ങനെ കുറച്ച് ഫേമസ് ആവാന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞതാണ്. അല്ലെ അണ്ണൻ ആദ്യമേ ചെക്ക് ചെയ്യണമായിരുന്നു, അരി എത്ര ഡേറ്റ് വരെ ഉണ്ട്, എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. സാധാരണ സാമാന്യം ബോധമുള്ളൊരു മനുഷ്യൻ ചെക്ക് ചെയ്യും, ഞാനാണ് ചെക്ക് ചെയ്യും. എന്നിട്ടും ഇത്രയും പാചക വിദഗ്ധനായിട്ടുള്ള ഇങ്ങനെ ചെക്ക് ചെയ്തില്ലെന്ന് പറയുമ്പോഴേ എന്തോ ഒരു വിശ്വാസ്യത കുറവുണ്ട്. ബാക്കി ഒന്ന് കേട്ടു നോക്കാം. തുടർന്ന് ഇതിൻ്റെ PROയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു അന്വേഷണത്തിൽ ഇതിനകത്ത് ഈ ചാക്കിൽ ഒരു ഇൻവോയ്സ് നമ്പറുണ്ട്. ആ ഇൻവോയ്സ് നമ്പർ പ്രകാരം കമ്പനി ബില്ലടിച്ചിരിക്കുന്നത് ഈ ചാക്ക് എറണാകുളത്തെ ഏതോ കടയിലേക്കാണ്. അത് 3 ജില്ല കടന്ന് പത്തനംതിട്ട എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് കമ്പനി തന്നെ സംശയം പറയുന്നുണ്ട്. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ബ്രാൻഡ് അംബാസിഡർ ദുൽഖർ സൽമാനെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു. യഥാർത്ഥത്തിൽ ഈ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എന്ന് പറയുന്നത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതോ ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളത് ദുൽഖർ സൽമാന്റെ മുഖമാണ്, ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ പേരിൽ, ആ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ ആ സാധനം ഇത്ര വില കൊടുത്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മോശമായ അവസ്ഥ ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കൂടി ഇത് ബോധ്യപ്പെടണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൂടി നഷ്ടപരിഹാരമല്ല തന്റെ ലക്ഷ്യം, തന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടമായി. ഭക്ഷ്യവിഷ അത് കൊള്ളാം, ബോധ്യപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ കൊള്ളാം. പക്ഷെ അദ്ദേഹത്തിനെ മാത്രം വിശ്വസിച്ചാണ് 1000 പേർക്ക് ഞാൻ അരി വിളമ്പിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോറ് തിന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ സംസാരിക്കുന്നുള്ളത് നമ്മൾ നോക്കണം. ഭയങ്കര പൗരബോധമുള്ള, ഭയങ്കര നമ്മുടെ പരിസ്ഥിതിയിലുള്ള ആളുകളെ പറ്റി, നമ്മുടെ ഭൂമിയിലുള്ള ആളുകളെ പറ്റി, അവരുടെയൊക്കെ ആരോഗ്യത്തെ പറ്റി വലിയ രീതിയിൽ അവെയർ ആയിട്ടുള്ള, വലിയ രീതിയിൽ ബോധേഡായിട്ടുള്ള ഒരാളാണോ ഈ നമ്മുടെ മുൻപിലിരിക്കുന്ന ഒരാൾ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ ചാക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. അല്ലാതെ പിന്നീട് വന്നിട്ട് ഒരാളെ ചാക്കിലാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അത് മ്ലേച്ഛകരമാണ് മനുഷ്യ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടികൾ ചെയ്ത് നിങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകണമായിരിക്കും. നിങ്ങൾക്ക് കേറ്ററിംഗ്, ഇനിയും ഒരുപാട് കേറ്ററിങ്ങുകൾ കിട്ടണം, നിങ്ങളുടെ ഉപജീവന മാർഗമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് ആ പ്രശ്നം എങ്ങനെ ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് നമ്മൾ സാമാന്യ ബോധമുള്ള മനുഷ്യന്മാരുടെ ഒരു ബുദ്ധിയിൽ ഉദിക്കേണ്ട കാര്യമാണ്. പിന്നീട് എല്ലാം വന്നതിന് ശേഷം ഒരു പരാതിയുമായിട്ട് പോകുന്നതിലല്ല കാര്യം. അപ്പോൾ അവരുടെ മുൻപിൽ ഇയാൾക്ക് ഒന്ന് തിളങ്ങി നിൽക്കണം, കുറച്ച് വർക്ക് കിട്ടണം. ഇയാളുടെ പേരിൽ പരാതിയുമായിട്ട് ആളുകൾ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് വരാൻ പോകുന്ന കോൺസിക്വൻസസ് അറിയാവുന്നത് കൊണ്ട് തന്നെയും നൈസായിട്ട് ഈ പറയുന്ന പേരും മേൽവിലാസം ഒന്നും ഇല്ലാത്തൊരു ചാക്ക് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് നേരെ കമ്പനിയുടെ പേരിലങ്ങ് പരാതിയുമായിട്ട് പോയി. അപ്പോൾ ദുൽഖർ സൽമാനും വരും, ചുളിവിൽ ദുൽഖർ സൽമാനെയും കാണാം, തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയും ചെയ്യാമെന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി അതിൽ കൂടിയാണ് പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് മമ്മൂക്കയ്ക്കെതിരെയും ദുൽഖറിനെതിരെയും സംഖ്യകൾ കളിക്കുന്ന ഒരു കളിയല്ല നാളിതുവരെ അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് കാണുന്നതിൽ മനസ്സിലാവുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇനി നാളെ മുതൽ ഇത് ഏത് രീതിയിൽ പോകുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിലെന്തൊക്കെ ഇടപെടലുകൾ ഇനി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.